ഗൈസ്, നമ്മൾ രാവിലെ ഒരു യാത്ര പോവാണ് കേട്ടോ. എല്ലാവരും കിടന്ന് ഉറങ്ങുവാണ്. എല്ലാവരും ഉറങ്ങുന്ന കാരണം നമ്മൾ ആരെയും ഡിസ്റ്റർബ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. നമ്മളപ്പം ബാഗും എടുത്ത് ഇറങ്ങുകയാണ്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് ഞാൻ നിങ്ങളോട് വഴിയേ പറയാം. അടിപൊളിയായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് റൂമിൽ നിന്ന് ഇറങ്ങി. വല്ല ഉറക്കക്ഷീണം ഉണ്ടായി. പിന്നെ ഒരു ഊബർ എടുത്തു കേട്ടോ. കാരണം മെട്രോ സ്റ്റേഷനിലോട്ട് നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് അവിടെ ലോങ് ഉണ്ട് അവിടേക്ക്. അത് കാരണം മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടാണ് നമ്മൾ മെട്രോ കയറിയിട്ട് പോകാൻ നിർത്തിട്ട് ഒരു ഊബർ എടുത്തു. ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ. ഒത്തിരി ആൾക്കാരൊക്കെ കുറവായിരുന്നു. കുറേ നേരം ലേറ്റ് ആയിട്ട് അവന്. കാരണം ഫസ്റ്റ് മെട്രോ പിടിക്കണമെന്ന് ഓർത്തിട്ടാണ് നമ്മൾ നിന്നത്. കാരണം ബസ്സൊക്കെ രാവിലെ കുറവായതുകൊണ്ട് നമ്മൾ പാലാരിവട്ടം വരെ മെട്രോയ്ക്ക് പോയിട്ട് അത് കഴിഞ്ഞിട്ട് ബസ് എടുക്കാമെന്ന് ഓർത്തിട്ടാണ് അത് കയറി. നമ്മൾ മെട്രോ ഇറങ്ങിയ ഉടനെ നമ്മുടെ നാട്ടിലോട്ടൊരു ബസ് കിട്ടി. ചാടി കയറി കേട്ടോ. അപ്പോൾ അത് കൈ കാണിച്ചിട്ട് ഒരു പ്രൈവറ്റ് ബസ്സായിരുന്നു കിട്ടി. ഞാൻ എന്നെ പ്രിയദർശിനിയിൽ പോകണം എന്നൊക്കെ ഓർത്ത് ഇറങ്ങിയതാണ്. പക്ഷേ നമുക്ക് പെട്ടെന്ന് ചെല്ലേണ്ടതുകൊണ്ട് പ്രിയദർശിനി ഒന്നും നമ്മൾ നോക്കി നിന്നില്ല. കിട്ടണ ഏത് വണ്ടിക്ക് കയറി പോകാമെന്നുള്ള വൈബിലായിരുന്നു നമ്മൾ. അങ്ങനെ നമ്മൾ പോയപ്പോൾ പാട്ട് കിട്ടുന്ന രസമാണ്. ഞാൻ ഉറങ്ങുമായിരുന്നു കേട്ടോ. കാരണം എനിക്ക് പറ്റത്തില്ല. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ പ്രിയദർശിനി ബസ് കിട്ടി. ഞാൻ PSCയിൽ എക്സാം എഴുതാനാണ് പോയത് കേട്ടോ. അവിടെ ചെന്നപ്പോൾ നല്ല മഴ. എനിക്ക് സ്കൂളിലൊക്കെ ഭയങ്കര മഴയായിരുന്നു. നനഞ്ഞ് പുളച്ചാണ് ഞാൻ വന്നത്. അവിടുത്തെ ഒരു ആൽമരം ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് അവിടെ മഴയൊക്കെ കാത്തു നിൽക്കാൻ. ബട്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് തിരിച്ചു പോയി. നമ്മൾ എവിടെ പോയിട്ട് വന്നാലും നമ്മളെ കാത്തു നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അത് നമ്മുടെ സ്വന്തം അപ്പനായിരിക്കും. അതൊരു പ്രത്യേക ഫീലാണ്. നമുക്ക് വേണ്ടി നമ്മളെ കാത്ത് നമ്മുടെ ബസ് സ്റ്റോപ്പിൽ വന്ന് നമ്മൾ വരുന്നതിന് നേരത്തെ വന്ന് നോക്കി നിൽക്കും നമ്മളെ കൂട്ടിയിട്ട് വീട്ടിലോട്ട് പോകാൻ. നല്ല സ്ഥലമാണ്. നമ്മുടെ സ്ഥലത്തോട്ടൊക്കെ പോകുമ്പോൾ നമുക്കൊരു പുതിയ ഫീലും കൂടി ഉണ്ട് കേട്ടോ. കാരണം കുറച്ച് നാളൊക്കെ ഡിസ്റ്റൻസ് ഇട്ടിട്ട് നമ്മൾ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീലാണ്. നമ്മുടെ നാട്, നമ്മുടെ വഴി, നമ്മുടെ പുഴ എന്ത് രസമാണെന്നറിയാവോ. അവിടെ എൻ്റെ മോനെ മിസ്സ് ചെയ്തതൊക്കെ. പക്ഷേ ഇതൊക്കെ ഒരു ഭയങ്കര നൊസ്റ്റു ഫീലാണ്. നമ്മളെ കൂട്ടിയിട്ട് അപ്പോൾ വീട്ടിനകത്തോട്ട് കയറിപ്പോയി. നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് അവിടെ ഒരാളൊരു സാധനം ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ അമ്മ ചക്കയാണ്. ചക്ക വേണമെന്ന് പറയാണ്ട് ചക്ക ഉണ്ടാക്കി വെച്ചേക്കുവാണ്.